പ്രജിൻ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ തൃശൂർ വെസ്റ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ 14 ദിവസത്തേക്ക് യൂട്യൂബർ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ആണ് ഇപ്പോൾ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. 2024 ഏപ്രിൽ 19 കേസിന് ആസ്പദമായ സംഭവം. അതായത് കേരളവർമ്മ കോളേജിലെ 2 വിദ്യാർത്ഥികൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഇവരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ മണവാളനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും. ഈ കേസിൽ നേരത്തെ നിരവധി പേർ ഈ മറ്റു പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായെങ്കിൽ പോലും ഈ ഏപ്രിൽ 19 നടന്ന കേസിൽ യൂട്യൂബറായ മണവാളിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കുടകിൽ നിന്ന് ഇന്നലെ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇന്ന് രാവിലെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിക്കുകയും പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഗൗതം അതോടൊപ്പം തന്നെ ഗൗതമിന്റെ ഒപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹൃത്തിനെ അടക്കം അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു തവണ കാർ ഇടിച്ച് ഈ സ്കൂട്ടറിൽ പോവുകയായിരുന്ന 2 പേരെയും കാർ ഇടിപ്പിച്ച് വീഴ്ത്തുന്നു. പിന്നീട് ഈ കാർ റിവേഴ്സ് എടുത്തുകൊണ്ട് പിന്നീട് മുന്നോട്ട് വന്ന് വീണ്ടും ഇവരെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. 1 വർഷത്തോളമായി ഒളിവിൽ കഴിയുകയായിരുന്നു. 1 വർഷത്തിനടുത്തായി ഈ പ്രതി ഒളിവിൽ കഴിയുന്നു. അതിനിടയിൽ അതിസാഹസികമായാണ് ഇന്നലെ കുടകിൽ നിന്ന് വെസ്റ്റ് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. പിന്നീട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും 14 ദിവസത്തേക്കാണ് യൂട്യൂബർ മണവാളിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രജിൻ.